പ്രേംകുമാർ, ഒരു വ്യക്തത വരുത്തി പോകാം നമുക്ക്. ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ കേസിൽ ഒരു ഇഴച്ചിൽ നമ്മൾ കാണുന്നത്? കാരണം ഡിവൈഎഫ്ഐയുടെ സനോജും വസീഫും ഒക്കെ വളരെ ശക്തമായി തന്നെ ആ കേസ് പ്രസ് ചെയ്തതാണ്. എ റഹീം ഒക്കെ പോയി സ്റ്റേറ്റ്മെന്റ് കൊടുത്തതാണ്. വളരെ ശക്തമായി തന്നെ ഇടതുപക്ഷം തന്നെ ഇടപെട്ട പ്രധാനപ്പെട്ട നേതാക്കൾ ഇടപെട്ട ഒരു കേസ്. ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൊടുത്ത പരാതി, തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പരാതി. പക്ഷേ അതിലൊരു മെല്ലപ്പോക്ക് കാണുകയും 20 ദിവസം കഴിഞ്ഞ് വീട്ടിൽ കയറി ഒരു സമരത്തിന്റെ പേരിലുള്ള ഒരു അറസ്റ്റ് കാണുകയും ചെയ്യുമ്പോഴാണ് എവിടെയൊക്കെയോ എന്തൊക്കെയോ ഉണ്ടല്ലോ എന്നൊരു തോന്നൽ പൊതുസമൂഹത്തിന് തോന്നുന്നത്. അതിനുള്ള ഒരു വിശദീകരണം കൂടി. അല്ല, ഒന്ന് ഒരു 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 ഗ്രൗണ്ടിൽ നടക്കുന്ന ഒരു വയലൻസ് കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്യപ്പെടുന്ന, വീഡിയോ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഒരു ക്രിമിനൽ ഒഫൻസ്, ഒരു ബ്ലഡ് ഷെഡിലേക്ക് നീങ്ങുന്ന സാധനത്തിനകത്തുള്ള പ്രതിയെ അറസ്റ്റ് ചെയ്യാന്നുള്ള എളുപ്പമാണ്. അതിന് 20 ദിവസം പോലും വൈകേണ്ട ആവശ്യമില്ല. പക്ഷേ മറ്റത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ്സുകാർ തന്നെയാണ് കേസ് കൊടുത്തത്, വേറെ ആരുമല്ല. പരാതി കൊടുത്തിട്ടുള്ളത് കോൺഗ്രസ് പ്രവർത്തകരാണ്, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷണറാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ മെല്ലെ പോക്കുന്നല്ല. ഞാനൊക്കെ വിചാരിക്കുന്ന അനുസരിച്ച് എനിക്കും തോന്നുന്നുണ്ട് സ്ലോ ആണെന്നുള്ളത്. പക്ഷേ അത് വളരെ സീരിയസ് ആയിട്ടുള്ള എൻക്വയറീസ് വേണ്ടതാണെന്നും, ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല, കേരളത്തിൽ മൊത്തം ആയിരക്കണക്കിന് 10,000-കണക്കിന് എന്താ പറയുക വോട്ടർ ID കാർഡുകൾ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളതും അത് എന്തൊക്കെ തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതും വളരെ സീരിയസ് ആയ എൻക്വയറി നടത്തേണ്ട കാര്യമാണ്. അതാണ് സീരിയസ് ആയിട്ടുള്ള ഒഫൻസ്. ആ ഒഫൻസിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കേരളത്തിൽ ആദ്യമായിട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു ഒരാൾ പ്രസിഡന്റായി എലക്ട് ചെയ്യപ്പെട്ടതിന് ശേഷം ആ ഇലക്ഷനിൽ പങ്കെടുത്ത യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ അത് പറയുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റിന് ആളുകൾ വ്യാജ സർട്ടിഫിക്കറ്റ് എന്നും വ്യാജ നട്ടൽ എന്നും വ്യാജ രോഗം എന്നൊക്കെ പറയുന്നത്. കേരളത്തിന് അല്ലെങ്കിൽ മൊത്തം രാഷ്ട്രീയ പ്രവർത്തകർക്ക്, യുവജന രാഷ്ട്രീയ പ്രവർത്തകർക്ക് മൊത്തം അപമാനകരമാകുന്ന രീതിയിലാണ് ഇദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ളത്. ഗണേശൻ പറഞ്ഞ കാര്യത്തിനോട് എനിക്ക് അത്രേ പറയാനുള്ളൂ. VK സനോജൊക്കെ ഇന്ന് ഉന്നയിച്ചിരിക്കുന്ന ആരോപണം യൂത്ത് കോൺഗ്രസും BJPയും തമ്മിൽ ആ കാര്യത്തിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ആരോപണം ഉന്നയിക്കാനുള്ള ആളല്ല. പിന്നെ പോലീസിന്റെ എല്ലാ കാര്യങ്ങളിലുള്ള ഇടപെടലുകൾ 100% ശരിയാണെന്ന് ഒരിക്കലും വിശ്വസിക്കാത്ത കുറേ ഫോൾട്ട് ഉണ്ട് എന്ന് തന്നെ പെരുമാറ്റത്തിലുണ്ട്, മാധ്യമപ്രവർത്തകരുടെ പെരുമാറ്റത്തിലുണ്ട്, എന്നെയും നിങ്ങളെയും പോലെ രാഷ്ട്രീയ ആൾക്കാരുടെ പ്രതികരണങ്ങളുണ്ട്. പോലീസിന്റെ ഭാഗത്തും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എല്ലാ കാര്യങ്ങളും ശരിയല്ല എന്ന് പറയുന്നത് ശരിയല്ല. കോടതിയുടെ നിർദ്ദേശങ്ങളെ, നിലപാടുകളെ നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ, ഷൂ എറിഞ്ഞത് വധശ്രമമല്ല എന്നൊരു കോടതി പറഞ്ഞത് ശരിയായിരുന്നു എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ, രാഹുലിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്ന അക്രമ പ്രവർത്തനങ്ങൾ അക്രമമായിരുന്നു, കൃത്യമായ വയലൻസ് ആയിരുന്നു എന്ന് അവിടുത്തെ എന്താ പറയുക വഞ്ചിയൂർ കോടതിയിലെ മജിസ്ട്രേറ്റും ഇനിയിപ്പോൾ സെഷൻസ് കോടതിയും പറയാൻ പോകുന്നതിനെയും നമുക്ക് അംഗീകരിച്ചേ മതിയാവൂ. പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വന്ന ഗവർണറോട് SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചിട്ടുള്ളത് വളരെ ജനാധിപത്യപരമായ രീതിയിലാണ്. അപ്പം അർഷോന്റെ പേരിൽ ഇങ്ങനെ കേസെടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതിന്റെ 3 ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് നടത്തിയത് അങ്ങനെയല്ല. കാറ് ബ്ലോക്ക് ചെയ്യുന്ന വയലൻസിലേക്ക് പോയിട്ടുണ്ട്, അവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. അർഷോ അന്ന് കരിങ്കൊടി കാണിച്ചതുപോലെയാണ് രാഹുൽ തിരുവനന്തപുരത്ത് കരിങ്കൊടി കാണിച്ചതെങ്കിൽ രാഹുലിനെയും കേരള പോലീസ് അങ്ങനെ രാഹുൽ വരുമെന്ന് പറഞ്ഞാണ് കയറ്റുക. രണ്ടും രണ്ട് രീതിയിലാവുന്നതുകൊണ്ടാണ് പോലീസിന്റെ റെസ്പോൺസും എന്ന് പറയാ അത്തരത്തിൽ അല്ലാതാവുന്നത്. ഇതിനേക്കാളൊക്കെ ഒരു ചോദ്യം, കഴുത്തിന്, അതായത് ഷർട്ടിന്റെ പിന്നിലൊക്കെ പിടിച്ച് വലിക്കുന്നതൊക്കെ ദൃശ്യങ്ങളല്ലോ അല്ല, ആർഷോയോടുള്ള സ്നേഹം എന്താ രാഹുലിനോട് ഇല്ലാത്തതെന്നാണ് ചോദ്യം. അല്ല ശരിയല്ല. അദ്ദേഹത്തിന്റെ അല്ല, സുജയ വെറുതെ പറയണം. അന്ന് രാവിലെ നിങ്ങളും ലൈവ് കാണിച്ചതാണല്ലോ രാഹുൽ എങ്ങനെയാണ് പോലീസുകാരോട് വളരെ സൗമ്യമായി പെരുമാറുന്നത്, പോലീസുകാർ എങ്ങനെയാണ് രാഹുലിനോട്. ശ്രീ പ്രേംകുമാർ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ശ്രീ പ്രേംകുമാർ, ഞാൻ വെറുതെ പറഞ്ഞതല്ല. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കഴിഞ്ഞ ദിവസമൊക്കെ പത്രങ്ങളിൽ തന്നെ ആ ചിത്രം പ്രസിദ്ധീകരിച്ചിരുന്നല്ലോ. കഴുത്തിന് പിന്നിൽ, അതായത് ഷർട്ടിന്റെ ബാക്ക് സൈഡിൽ പിടിക്കുന്ന, പോലീസിന്റെ കൈയടക്കമുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഷർട്ടിന്റെ ബാക്ക് സൈഡിൽ പിടിക്കുന്ന ആ ഫോട്ടോ ആണ് ചില പത്രങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. താങ്കളും കണ്ടിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ ഒന്ന് എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കോൺഗ്രസ് ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സമീപനത്തെ കുറിച്ചാണ്. അറസ്റ്റ് ചെയ്യുമ്പോഴുള്ള രാഹുലിന്റെ അമ്മ പറഞ്ഞ ഒരു വാചകം കൂടി ഞാൻ പറയാം. ഭീകരവാദി എന്ന പോലെയാണ് എന്റെ മകനെ അറസ്റ്റ് ചെയ്തതെന്ന് ഒരമ്മ പറയുന്നു. നിയമപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് ആരും എതിര് നിൽക്കുന്നില്ല. ഭീകരവാദികളെ എങ്ങനെ അറസ്റ്റ് ചെയ്യുക? ഇങ്ങനെയാണോ? വീട്ടിൽ പോയിട്ട് ഞാൻ അരമണിക്കൂർ കഴിഞ്ഞ് റെഡി ആവട്ടെ, കുളിച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ജീപ്പിന്റെ ബാക്ക് സീറ്റിൽ ഇരുത്തിയിട്ട് കൊണ്ടുപോകണോ ഭീകരവാദികളെ എങ്ങനെയാണ് പിടികൂടുക? അത് ശരിയല്ലല്ലോ. പിന്നെ കോൺഗ്രസിലെ ആളുകൾ ഇതിനോട് പല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട നേതാവ് ഒരു മലമുകളിൽ കയറിയിട്ട് ഗംഭീര വൈബ്, നാച്ചുറൽ വൈബ് ഫോട്ടോ ഇട്ട് കളിയാക്കി അതിന്റെ താഴെ വന്നിട്ട് കോൺഗ്രസ്സുകാരനെ പറയുന്നു നമ്മുടെ മുത്ത് ജയിലിൽ കിടക്കുകയാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുതെന്ന്. വേറൊരാൾ ഇതിനേക്കാൾ ചില്ലാവുന്ന ഫോട്ടോ ഇടുന്നു. ചിലർ പറയുന്നു രാഹുലിനെ പീഡിപ്പിച്ചു എന്ന്. പക്ഷേ സാധാരണഗതിയിൽ ഇത്തരം കേസിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യേണ്ടത്
ചെയ്തിട്ടുള്ളതിൽ ഫോളോ ചെയ്യേണ്ട പ്രോട്ടോകോൾ ഫോളോ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിന്റെ ഉള്ളിൽ KPCC ഓഫീസിൽ നിന്നല്ല രാഹുലിനെ അറസ്റ്റ് ചെയ്യേണ്ടത്. ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള മിനിമം ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാവുന്ന രീതിയിലാണ്. അത് പോലീസിന്റെ ഡിസ്ക്രിപ്ഷനാണ്. ഒരു ദിവസം രാവിലെ വേണോ, വീട്ടിൽ നിന്ന് വേണോ, തിരക്കില്ലാത്തടത്ത് വേണോ എന്നുള്ളത്. എന്തായിരുന്നാലും അന്ന് അതുമായി ബന്ധപ്പെട്ട് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല. മറിച്ച് ഒരു ദിവസം പട്ടാപ്പകൽ കൊല്ലത്ത് യൂത്ത് ഫെസ്റ്റിവൽ നടക്കുന്ന ഇടയ്ക്കെന്നാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തതെങ്കിൽ സ്വാഭാവികമായിട്ടും ഭയങ്കര ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാവും. ആ അറസ്റ്റ് എന്നുള്ളത് കേരള പോലീസ് വളരെ സ്മൂത്ത് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കോടതിയുടെ മുന്നിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പോലീസ് പറഞ്ഞത് കോടതി മുഴുവൻ വിശ്വസിക്കുകയല്ല ചെയ്തത്. കോടതി തന്നെ പിന്നെയും മെഡിക്കൽ സർട്ടിഫിക്കറ്റിന് മെഡിക്കൽ പരിശോധനയ്ക്ക് അയക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ പ്രോസസ്സിൽ എന്തെങ്കിലും കുഴപ്പം കാണാൻ എനിക്ക് പറ്റില്ല. അതിനുള്ള എന്തെങ്കിലും സൂചനകളോ തെളിവുകളോ ഉണ്ടെങ്കിൽ സുജയ പറഞ്ഞ് ഞാൻ പ്രതികരിക്കാം. കോൺഗ്രസ്സുകാർ പറഞ്ഞു എന്നുള്ളതിന് നമുക്കൊന്നും പറയാൻ പറ്റില്ല.